സ്വർണ്ണവില ഓരോ ദിവസവും കുത്തനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പണിക്കൂലിയില്ലാതെ ഒരു പവന് സ്വർണം കിട്ടാൻ ഇനി അധിക സമയം വേണ്ടിവരില്ല. എന്നാൽ ഭാവിയിൽ സ്വർണ്ണവില കുറയാൻ സാധ്യതയുണ്ടെന്ന് മഹാരാജാസ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം മേധാവി പ്രൊഫസർ സന്തോഷ് ടി വർഗീസ് റിപ്പോർട്ടർ ഡിജിറ്റലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സ്വർണ്ണവിലയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഭാവിയിൽ സ്വർണ്ണവില 50,000-ത്തിന് താഴെ വരെ പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രൊഫസർ പറയുന്നത്. 1979 ഒരു ഔൺസ് സ്വർണ്ണത്തിന് $226 ആയിരുന്നു വില. 1988 അത് $480 ഉയർന്നു. 2002 $278 വീണ്ടും കുറഞ്ഞു. 2006 വരെ 300-ന് താഴെ എന്ന നിലയിലായിരുന്നു ഒരു ഔൺസ് സ്വർണ്ണത്തിന് ഡോളർ വില. ഭാവിയിൽ വീണ്ടും സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുകയാണെങ്കിൽ സ്വർണ്ണത്തിനോടുള്ള താൽപര്യം കുറയും. അപ്പോൾ സ്വർണ്ണത്തിലേക്ക് പോയ ആ നിക്ഷേപം എല്ലാം സമ്പദ്വ്യവസ്ഥയിലേക്ക് തിരിച്ചുവരും. ആ നിക്ഷേപം സർക്കാരിന്റെ ബോണ്ട് എന്ന നിലയിലേക്കും ഓഹരി വിപണിയിലേക്കും തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. പ്രൊഫസർ സന്തോഷ് ടി വർഗീസ് പറഞ്ഞു. സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ തീരുമാനങ്ങളും സ്വർണ്ണവിലയിലെ കുതിപ്പിന് വഴിവെച്ചിട്ടുണ്ട്. ഈ വർഷം മാസം തോറും 64 ടൺ സ്വർണമാണ് സെൻട്രൽ ബാങ്കുകൾ വാങ്ങിയതെന്നാണ് ഗോൾഡ്മാൻ സാച്സ് റിസർച്ചിന്റെ റിപ്പോർട്ട്.